ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ധനികനും ദൈവരാജ്യവും. നിത്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിച്ച് വീഴുന്നത്. ഈ അടുത്തിടെയുള്ള വാർത്തകളിൽ നിറയുന്ന കൊല്ലും ക്രോധവും തെല്ലൊന്നുമല്ല നമ്മെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിച്ച് കടന്നുപോയാൽ മതിയോ എന്ന് പകച്ചുപോകുന്നു. ഈ വാർത്തകളിലൊക്കെ തൊട്ടുപോകുന്നത് ലഹരിയും സമ്പത്തുമൊക്കെയാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ലഹരികളും സമ്പത്തും നോവും നൊമ്പരവുമായി പരിണമിക്കുന്നത് സ്വജീവിതത്തിനും ബന്ധുക്കൾക്കും ബന്ധനമാകുന്നുണ്ട്. നല്ലവനാകണമെന്ന വിചാരമൊക്കെ ഈ നാടിന് നഷ്ടം വന്നു തുടങ്ങിയിരിക്കുന്നു. സുവിശേഷത്തിൽ ഒരു ധനികനായവൻ വന്ന് ക്രിസ്തുവിനോട് ചോദിക്കുന്നു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു എന്ന മറുചോദ്യത്തിൽ ആരംഭിക്കുന്ന ഉത്തരം കൽപ്പനകളിലൂടെ ശേഷം അവനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രനാകാനുള്ള അനുശാസനത്തിൽ ചെന്ന് നിൽക്കുന്നു. നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. സ്വന്തം ജീവന് പോലും മന്ന നൽകാൻ മടിക്കുന്ന ഈ തലമുറയോട് ദരിദ്രനിലേക്ക് കൂടി നോക്കാനും കരം കൊടുക്കാനും എങ്ങനെ പറയും? പണ്ടു ഗുരുവിലേക്ക് ശരിയായി നോക്കാതെ ഓരം നടന്ന യൂദാസ് ഗുരുവിനെ പരിമളദ്രവ്യത്താൽ സ്നാനപ്പെടുത്തുന്നവളോട് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്ന പോഷത്തരം സുവിശേഷത്തിലെ ധനികനും ആവർത്തിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് മനുഷ്യരില്ലാത്ത ദൈവചിന്തയും ദൈവമില്ലാത്ത മനുഷ്യചിന്തയും അപൂർണമാണ്. അതുകൊണ്ട് തന്നെയല്ലേ നിത്യജീവിതം അവകാശമാക്കാൻ കൽപ്പനകളിൽ കാർക്കശ്യം കാട്ടിയാൽ മാത്രം മതിയാകില്ല, സ്വയം ചുരുങ്ങി അപരന് വളമാവുക എന്ന നല്ല വാർത്തയും മന്ത്രിച്ച് അവിടുന്ന് നമ്മെ തൊടുന്നത്. ധനികൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നതത്രേ. താങ്ങാവുന്ന ഭാരങ്ങൾ മുതുകിൽ മതിയെന്ന് സാരം. അല്ലെങ്കിലും ഭാരത്തിലല്ലല്ലോ, മനുഷ്യന്റെ ഭാവത്തിന് ഗുരു നൽകുന്ന സമ്മാനമാണ് നിത്യജീവിതമെന്ന് മറവി കൂടാതെ നമുക്ക് മന്ത്രം പറയാം. തീന്മേശക്കരികിലെ ലാസറിനു വേണ്ടിയല്ലാതെ കെട്ടിയുയർത്തുന്ന ചീട്ടുകൊട്ടാരങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? വരൂ, നമുക്ക് ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാം. പണ്ട് ബോബിയച്ചൻ പറഞ്ഞതുപോലെ 1 മാസത്തെ ഭക്ഷണ സാധനം കലവറയിൽ സമർത്ഥമാക്കി വെച്ച് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.